പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് മെയ് മാസം 1-ാം തീയതിയാണ്, തൊഴിലാളി ദിനമാണ്. നമ്മുടെ തൊഴിലിനെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മിലേക്ക് കർത്താവ് ഒഴുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ദിവസമാണ് അല്ലേ? നമ്മൾ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ നാം ഈ ദിവസം ഓർക്കുന്നു. ഔസേപ്പ് പിതാവിനോട് നമുക്ക് പ്രത്യേകം മധ്യസ്ഥം തേടാം. കാരണം നമ്മുടെ തൊഴിലിനെയൊക്കെ ദൈവത്താൽ നമ്മുടെ തൊഴിലൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ ചുവടുകൾ പിഴയ്ക്കാതെ ഉചിതമായത് പ്രവർത്തിക്കാനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മെയ് മാസം 1-ാം തീയതി പഠിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. എന്താണ് നാം ചെയ്യേണ്ടത്? ഉചിതമായ പ്രവൃത്തിയാണ്. വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 4:7, ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4:7. വചനം ഇതാണ്: ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. അത് എന്നിലും നിങ്ങളിലും താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സെക്കൻഡും പാപം നമ്മുടെ വാതിൽക്കൽ തന്നെ, നമ്മുടെ ചുവട്ടിലുണ്ട്, കാൽച്ചുവട്ടിലുണ്ട്. അത് നമ്മൾ താല്പര്യം വെച്ചിരിക്കുന്നു. നാം അതിനെ കീഴടക്കണം. പാപത്തിൽ ജീവിക്കാനല്ല, നന്മയിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. പാപം നിന്റെ വാതിൽക്കൽ തന്നെയുണ്ട്, അത് നിന്നെ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. ഇഫ് യു ഡു വെൽ, will you not be accepted? And if you do not do well, sin is lurking at the door. Its desire is for you, but you must master it. If you do well, will you not be accepted? And if you do not do well, sin is lurking at the door. Its desire is for you, but you must master it. അതായത് നീ അതിനെ കീഴടക്കണം. പാപം നിന്നിൽ താല്പര്യം വെച്ചിട്ടുണ്ടെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം നമ്മുടെ വാതിൽക്കലുണ്ട്, നമ്മുടെ കാൽച്ചുവട്ടിലുണ്ട്. നാം അതിനെ കീഴടക്കാനുള്ള ഒരാഗ്രഹം ദൈവത്തോട് ചേർന്ന് നമുക്കെടുക്കാനായിട്ട് ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പാപത്തിൽ ജീവിക്കാൻ അല്ല കേട്ടോ, നന്മയിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ആമേൻ.